ശോ, കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? എടാ നീ എന്തിനാടാ ഇങ്ങനെ കിടന്ന് മൂങ്ങുന്നേ? ഇതൊക്കെ കാണുമ്പോ എനിക്കും സങ്കടം വരുന്നുണ്ട്. എടാ പ്ലസ് 2 ഇനി ഇതൊക്കെ നമ്മുടെ ഓർമ്മകളിൽ മാത്രം. ഞാൻ 2 വർഷം ഇഷ്ടം നടന്ന ഷർട്ടല്ലേ പട്ടികൾ കുത്തി പറിച്ചു വെച്ചേക്കുന്നു. എനിക്ക് ശോ, അങ്ങനെ നമ്മുടെ പ്ലസ് 2 ജീവിതം കഴിഞ്ഞല്ലേടാ. എന്തൊക്കെയായിരുന്നല്ലേ? റെക്കോർഡ് എഴുതാൻ പോകുന്നു, ലാബിൽ പോകുന്നു, സൈൻ വാങ്ങിക്കാൻ പോകുന്നു, അവളെ കാണാൻ പോകുന്നു, അല്ല അവല് മിൽക്ക് കുടിക്കാൻ പോകുന്നു, സ്റ്റോറിലെ. ദൈവമേ, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫിസിക്സ് ലാബിൽ കയറാനാണ്. എനിക്ക് കെമിസ്ട്രി ലാബ്. അത് വേണോ? എനിക്ക് ഈ കെമിസ്ട്രി ലാബ് എന്നൊക്കെ പറയുമ്പോൾ കുറെ കുപ്പിച്ചില്ലും കടവും കാര്യങ്ങളും ഒക്കെ ഓർമ്മ വരുന്നത്. അത് വിടാം. നിനക്കൊരു കാര്യം അറിയാമോ? അനു ടീച്ചർ എന്നെ എവിടെ കണ്ടാലും എൻ്റെ അടുത്ത് പറയും, നീ വലുതാകുമ്പോൾ എന്തേലുമൊക്കെ ആവുന്നു. അയ്യോ, അതങ്ങനല്ല. വലുതാകുമ്പോൾ നിനക്ക് എന്തേലുമൊക്കെ ആവുമെന്നാ പറഞ്ഞത്. ഏതാണേലും ഈ പ്ലസ് 2 കാലഘട്ടം മറക്കാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ ഇതൊന്നും മറക്കത്തില്ല. അതെന്ത്? മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. ഈ സ്കൂൾ ഗ്രൗണ്ടില്ലേ, അതിൻ്റെ കുറച്ച് മണലെല്ലാം കൂടെ വാരി ഞാൻ ഒരു ടിന്നിലാക്കി വെച്ചിട്ടുണ്ട്. എന്തോന്ന്? പിന്നെ ടീച്ചർ അറിയാതെ ടീച്ചറിൻ്റെ ഒരു മുടി നാരി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലാസ് റൂമിൻ്റെ പൊടിയെല്ലാം കൂടെ വാരി വേറൊരു ടിന്നിൽ, പിന്നെ ഡെസ്ക് എല്ലാം കൂടെ ഒരു ചെറിയ കഷ്ണങ്ങൾ കുത്തിപ്പൊട്ടിച്ച് എല്ലാം കൂടെ വേറൊരു ടിന്നിൽ, അങ്ങനെ കുറേ എണ്ണം വെച്ചിട്ടുണ്ട് ഞാൻ.